ഫ്രണ്ട്സ്, നമ്മുടെ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് ഓഫ് എൻസിറ്റി ഓഫ് ഡൽഹി, അതായത് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. ഓക്കെ, ഇതിൻ്റെ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതിലേക്ക് MTS വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിവിധ ഓട്ടോണമസ് സ്ഥാപനങ്ങളിലേക്കുള്ള MTS എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിവിധ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ MTSമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതി, യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതും ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതും തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ കാണാൻ നിലവിലുള്ള വേക്കൻസിയിൽ MTS, പിന്നെയും അതുപോലെ ഒട്ടനവധി വേക്കൻസി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് TGT ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ നമ്പർ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡേറ്റ് കാണാം 12/1/2024 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഓൺലൈൻ ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ആണ്. അതായത് 8/2 ഫെബ്രുവരി 8 ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 8/2 മുതൽ നിങ്ങൾക്ക് മാർച്ച് 8 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്നത് കമ്പൈൻഡ് എക്സാമിനേഷൻ ആണ്. അത് ഈ പറയുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് കാണാം 812/24 നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വാക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ പോസ്റ്റും നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ പോസ്റ്റ് കോഡാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം 812/24 കൂടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ നെയിം ഓഫ് പോസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ വാക്കൻസീസ്, ഈ പറയുന്ന ജനറൽ SC/ST OBCൻ്റെ ഒക്കെ കാണാം. ഇവിടെ പ്രത്യേകമായിട്ടും OBCയുടെ കാര്യമൊക്കെ പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ട്. അതൊക്കെ പ്രത്യേകം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്, കാരണം അപേക്ഷയിൽ തെറ്റുകൾ വരുത്തും. OBCയുടെ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട് വീഡിയോയിൽ. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നിങ്ങൾക്ക് ഇതിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാം ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വേക്കൻസി നിങ്ങൾക്ക് റിസർവേഷൻ വേക്കൻസി കാണാം. അതിൻ്റെയൊക്കെ ടോട്ടൽ ഏകദേശം വിളിച്ചിരിക്കുന്ന 567 വേക്കൻസിയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ കാണാം. ജസ്റ്റ് 10ാം ക്ലാസ് അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ആണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിൻ്റെ സ്കെയിൽ വരുന്നത് 18,000 മുതൽ 56,900 ഇതിൻ്റെ പേ ലെവൽ 1 ആണ്. ഗ്രൂപ്പ് C കാറ്റഗറിയാണ് പോസ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 27 ആണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ പുറത്തുള്ള OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയാട്ടോ, കുറച്ചും കൂടെ അപേക്ഷിക്കുന്ന സമയത്ത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് പ്രത്യേകം അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, ഇപ്പോൾ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിലേക്കാണെങ്കിൽ നമുക്ക് 18 to 25 ഏജ് ലിമിറ്റ്, അതിൽ ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഏജ് ലിമിറ്റിൽ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും 18 to 25. ബാക്കിയുള്ളതിലൊക്കെ അധികവും എന്താണ് 18 to 27 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാത്തിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പോസ്റ്റിലേക്കാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ SSLC കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഡയറക്ടറേറ്റ് ഓഫ് ഓഡിറ്റിൽ ഇതിലേക്ക് നിങ്ങൾക്ക് 18 to 25 ഏജ് ലിമിറ്റ് വരുന്നത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ മിനിമം നമുക്ക് 18 to 27 അല്ലെങ്കിൽ 18 to 25 നിങ്ങൾ മനസ്സിലാക്കാം ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ്റെ ആയിരിക്കും SC/ST കാൻഡിഡേറ്റ്സിനും ഒക്കെ, പിന്നെ PWD കാൻഡിഡേറ്റ്സിനും. അത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഒട്ടനവധി അലവൻസും കാര്യങ്ങളും സ്കെയിലും ഒക്കെ അത്യാവശ്യം നല്ല സ്കെയിലും ഒക്കെ ഉള്ള പോസ്റ്റാണ്. ഗ്രൂപ്പ് C കാറ്റഗറിയുള്ള പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡൽഹിയിലുള്ളവർക്ക് മാത്രമല്ല, നമുക്ക് എന്താണ് ഔട്ട്സൈഡ് കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതർ സ്റ്റേറ്റിലുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓൾ ഇന്ത്യ ലെവലിൽ ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപേക്ഷ ഫീസ് വരുന്നത് നമുക്ക് 100 രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത്. എന്നാൽ വിമൻ കാൻഡിഡേറ്റ്സിനും അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനൊന്നും യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മെയിലായിട്ടുള്ള ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 100 രൂപ അപേക്ഷ ഫീസായിട്ട് വരുന്നുണ്ട്. എക്സാമിനേഷൻ സ്കീമോട് പറയുന്നുണ്ട് 1 tier എക്സാമിനേഷൻ ആയിരിക്കും. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 1 tier ജനറൽ, ഇത് 2 മണിക്കൂറായിരിക്കും ടൈം ഡ്യൂറേഷൻ. ടോട്ടൽ ക്വസ്റ്റ്യൻ 200 ആണ്, ടോട്ടൽ മാർക്ക് 200 ആണ്. പിന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ് വരെ കൊടുത്തിട്ടുണ്ട്. ജനറൽ അവയർനെസ്സിൽ 40, പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 40, അരിത്മെറ്റിക് ആൻഡ് ന്യൂമറിക് എബിലിറ്റി 40, ദ ടെസ്റ്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആൻഡ് കംപ്രഹെൻഷൻ 40. നമുക്ക് ഹിന്ദി ലാംഗ്വേജിൽ എത്രത്തോളം നമുക്ക് പ്രാവീണ്യം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കംപ്രഹെൻഷൻ 40. അങ്ങനെ ടോട്ടൽ നമുക്ക് വരുന്നത് 200 മാർക്കാണ്, 200 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ പറയുന്ന എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ OBC കാൻഡിഡേറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു. OBC കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ OBC കാൻഡിഡേറ്റ്സ് ഡൽഹിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ OBC റിസർവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഡൽഹിയിൽ ഈ പറയുന്ന നമ്മുടെ ഗവൺമെൻറ് ഓഫ് NCT എന്താണ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മാനദണ്ഡത്തിലുള്ള ആ ഒരു ഗവൺമെൻറ് ഓഫ് NCT ഇഷ്യൂ ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ റിലാക്സേഷനും ഏജ് റിലാക്സേഷനും അതുപോലെ പോസ്റ്റ് റിസർവേഷനൊക്കെ ലഭിക്കുള്ളൂ. ഇത് OBCയുടെ
കാര്യം മാത്രമാണ്. മറ്റേ ഞാൻ പറയാം SC ST കാര്യം പറയാം. ഇനി OBC കാൻഡിഡേറ്റ്സ് ഔട്ട്സൈഡ്, അതായത് ഈ പറയുന്ന ഡൽഹിയിലല്ലാതെ പുറത്ത് മറ്റേതെങ്കിലും സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ജനറൽ കാറ്റഗറി ആയിട്ട് അപ്ലൈ ചെയ്യണം. OBC ആയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് നമ്മളിപ്പോൾ കേരളത്തിലുള്ളവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ ജനറൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് അൺറിസർവ്ഡ് എന്നുള്ള ആ രീതിയിൽ ജനറൽ എന്നുള്ള ആ ഒരു അപേക്ഷയിൽ നമ്മൾ നമ്മുടെ കാറ്റഗറി നമ്മൾ വെക്കേണ്ടത് ജനറൽ എന്നാണ്, OBC എന്ന് വെക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഡൽഹിയിലുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് NCT ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആ ഒരു OBC കാൻഡിഡേറ്റ്സിന് മാത്രമേ എന്തുള്ളൂ, അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ ആ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ SC ST കാൻഡിഡേറ്റ്സും അതുപോലെ EWS കാൻഡിഡേറ്റ്സ് എന്നാണ് നിങ്ങൾക്ക് ഈ പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താണ്, നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് നിങ്ങളടുത്ത് ഉണ്ടായാൽ മതി. ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ബെനിഫിറ്റും, അതായത് ഡൽഹിയിൽ താമസിക്കുന്ന ആ SC ST EWS കാൻഡിഡേറ്റ്സിൻ്റെ സെയിം ബെനിഫിറ്റ് നിങ്ങൾക്ക് കേരളത്തിലുള്ളവർക്കും ഔട്ട്സൈഡ് ഏത് സ്റ്റേറ്റിലുള്ളവർക്കാണെങ്കിലും ലഭിക്കും. നിങ്ങൾ മനസ്സിലാക്കട്ടോ. ഈ OBC കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. അവരെന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുമ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിലെ ആയിട്ട് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് എന്ത് വേണ്ട, ഈ പറയുന്ന നമ്മുടെ ഡൽഹിയിൽ താമസിക്കുന്ന അവിടുത്തെ ഉള്ള ആ ഒരു പ്രദേശവാസികൾക്ക് കിട്ടുന്ന അതേ എന്താണ് ബെനിഫിറ്റ് SC ST നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണെങ്കിലും EWS ആണെങ്കിലും കിട്ടും കേട്ടോ. ഏത് സ്റ്റേറ്റിലാണെങ്കിലും അവർക്ക് ആ ബെനിഫിറ്റ് എല്ലാം കിട്ടും. അതായത് പോസ്റ്റ് റിസർവേഷനും കിട്ടും, ഏജ് റിലാക്സേഷനും കിട്ടും. അതുകൊണ്ട് അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്നുകൂടെ പറയുകയാണ്, ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അതിന് തുല്യമായുള്ള എന്താണ് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും ഫ്രഷർ ആയിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. ഇപ്പോൾ ഈ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഹോം പേജിലായിരിക്കും വരിക. നമ്മൾ PSCയിലൊക്കെ പോയാൽ നമ്മൾ ജസ്റ്റ് ഇതിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കാണാൻ പറ്റും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ടു സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പേജ് ഒന്ന് ലോഡ് ആവുക. അങ്ങനെ പേജ് ലോഡ് ആകുമ്പോൾ ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പേരാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പേര് എല്ലാം നമ്മൾ റീ എൻട്രി ചെയ്യണം. അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം നമ്മൾ പേര് വെക്കുക, സെയിം പേര് നമ്മൾ ഇവിടെ റീ എൻട്രി ചെയ്യുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അതൊക്കെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ഉള്ളത് ആ മാതൃക തന്നെ കൊടുക്കുക. ദെൻ റീ എൻട്രി ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത്. അതിനുശേഷം നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലെ റോൾ നമ്പർ ഉണ്ടാവും, അത് അടിക്കുക, റീ എൻട്രി ചെയ്യുക. ഇതിനടുത്ത് നമ്മൾ ചോദിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായത് എന്താണെന്നുള്ളതാണ്. അത് ഇയർ നമ്മൾ ഏത് ഇയറാണ് പാസ്സായത് കൊടുക്കുക. ദെൻ റിപ്പീറ്റ് ചെയ്യുക. ദെൻ സെലക്ട് ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ആയിരിച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നാഷണാലിറ്റി ഇന്ത്യനാണ്, അത് നമുക്ക് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫാദറിൻ്റെ പേര്, ദെൻ റീ എൻറ്റർ ഫാദറിൻ്റെ പേര്, വീണ്ടും ഫാദറിൻ്റെ പേര് അടിക്കുക. മദറിൻ്റെ പേര് വീണ്ടും അടിക്കുക. പിന്നെ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അത് നിർബന്ധമല്ല. ഇപ്പോൾ ഫാദറിൻ്റെയും മദറിൻ്റെയും പേരും നമുക്ക് മാൻഡറ്ററി അല്ല, ജസ്റ്റ് കൊടുക്കാം, നമുക്ക് കൊടുത്തിട്ടുണ്ടെന്നല്ലേ. പിന്നെ മൊബൈലിൻ്റെ നമ്പർ കൊടുക്കുക. റീ എൻറ്റർ മൊബൈൽ വീണ്ടും എന്ത് ചെയ്യുക, റീ എൻറ്റർ ചെയ്യുക. പിന്നെ ഇമെയിൽ ID കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും മെയിൽ ID ഇവിടെ കൊടുക്കുക. ദെൻ മെയിൽ ID കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, എൻ്റെ മൊബൈൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് OTP ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും, ഗെറ്റ് OTP. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമെയിൽ ID മൊബൈൽ നമ്പറും കൊടുത്തിട്ട് ഗെറ്റ് OTP നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് OTP നിങ്ങളുടെ മെയിലേക്ക് മൊബൈൽ നമ്പറും വരും. അപ്പോൾ മൊബൈലിൽ വന്ന OTP ഇവിടെ കൊടുക്കുക, മെയിലിൽ വന്ന OTP ഇവിടെ കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഐഡൻറ്റിറ്റി പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളടുത്ത് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കാം. ഇനി ഇല്ലെങ്കിൽ നോ കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ് പേജ് ലോഡായി വരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടെ ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് ഏതായാലും നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ID പ്രൂഫിൻ്റെ നമ്പർ വേണം. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നമ്പർ ഉണ്ടാവും, അത് റീ എൻട്രി ചെയ്യുക. വീണ്ടും എന്ത് ചെയ്യുക, നമ്മുടെ ID പ്രൂഫിൽ നമ്മുടെ പേര് എങ്ങനെയാണോ അതേപോലെ തന്നെ കൊടുക്കണേ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ബ്രൗസ് ചെയ്യുക. ID പ്രൂഫ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, 15 KB to 60 KB ഉള്ളിലായിരിക്കണം അതിൻ്റെ ഫയൽ സൈസ് വരേണ്ടത്. പിന്നെ JPG ഫോമാറ്റ് ആയിരിക്കണം, അത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, മാനുവലായിട്ട് ഒരു പാസ്വേഡ്, നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഒരു പാസ്വേഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവണം. അതായത് അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം, അതിൽ തന്നെ അപ്പർ കേസും ലോവർ കേസും ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ 0 to 9 ഇടയിൽ ഒരു ഡിജിറ്റ് ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ആ രീതിയിലായിരിക്കും നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അടിയിൽ എന്ത് ചെയ്യുക, റീ എൻട്രി ചെയ്യുക, ആ സെയിം പാസ്വേഡ് റീ എൻട്രി ചെയ്യുക. ദെൻ ഡിക്ലറേഷൻ നമ്മളതൊക്കെ വായിച്ച് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഡിക്ലറേഷൻ കൊടുക്കുക, പ്രിവ്യൂ കൊടുത്തിട്ട് പിന്നെ നമുക്ക് സബ്മിറ്റ് ആണ്. ഓക്കെ, ഞാൻ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഞാനിവിടെ മൊബൈലൊക്കെ വെരിഫൈ ചെയ്തു. ഈ താഴെ ഇവിടെ ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ഇവിടെ ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് കേട്ടോ. അതിൽ ഞാനിപ്പോൾ കറക്റ്റ് എൻ്റെ ID കാർഡൊന്നും എടുത്തില്ല. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. അപ്പോൾ നമ്മളതിൽ JPG ഒരു 16 GB 60 GB ഇടയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ കാണിക്കും ID കാർഡ് കേട്ടോ, കറക്റ്റായിട്ട് കാണിക്കണം. അപ്പോൾ ഞാനത് വെറുതെ ഒരു നെറ്റ് നിർത്തിയൊരു പിക്ചറാണ്, അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ അവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി അവിടെ എന്താണ് ഇവിടെ കാണാൻ അണ്ടർടേക്കിംഗ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിതൊക്കെ റീഡ് ചെയ്തു. ദെൻ പ്രിവ്യൂ എന്നുള്ളത് കൊടുക്കുക. ആ പ്രിവ്യൂ എന്നുള്ളത് കൊടുത്ത് നിങ്ങൾക്കിത് പ്രിൻ്റ് എടുത്തിട്ട് തന്നെ നോക്കാൻ വേണമെങ്കിൽ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. ഞാനിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുകയാണേ. അതിന് സബ്മിറ്റ് കൊടുക്കാൻ കാണാം യു ആർ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ. ഓക്കെ, നമ്മളിത് സൂക്ഷിക്കാം. അപ്പോൾ ഈ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ നമ്മുടെ 10ാം ക്ലാസ്സിലെ റോൾ നമ്പറും ഓക്കെ ഇയർ ഓഫ് പാസിങ്ങും ഇത് മൂന്നും എടുത്തിട്ടാണ് അവർ ഈ പറയുന്ന രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് തരുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ റോൾ നമ്പറും നിങ്ങളുടെ പാസിങ് ഇയറും പാടെ കണക്കാക്കിയിട്ടാണ് ആ മൂന്ന് ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ തരുന്നത്. അഥവാ മറന്നു പോയാൽ നിങ്ങൾ ഈ ഒരു ഇത് ഓർത്ത് വെച്ചാൽ മതി ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാലും നമ്മൾ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിലേക്കും മൊബൈൽ നമ്പറിലേക്കും അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ എഴുതി സൂക്ഷിക്കുക, പിന്നീട് മറന്നു. ഇനി നമ്മളിവിടെ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. പ്രൊസീഡ് എന്നുള്ള ബട്ടൺ കൊടുത്താൽ ഇത് നേരത്തെ നമ്മൾ വന്ന അതേ സെയിം പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ക്ലിക്ക് ടു സൈനിങ് എന്നാണ്. ജസ്റ്റ് നമ്മളവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ലോഗിൻ ചെയ്യണം നമുക്ക്. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കാനുള്ള ആ ഒരു കോളം വന്നു. ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക. അതിന് ശേഷം 10ാം ക്ലാസ്സിലെ റോൾ നമ്പർ അടിക്കണം. നമ്മൾ 10ൽ പാസ്സായതെന്ന് വെച്ചാൽ അടിക്കുക, പാസിങ് ഇയർ. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ക്യാപ്ച കോഡ് ഇവിടെ അടിയിൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സൈനിങ് ചെയ്യുക കേട്ടോ. ഞാൻ സൈൻ ചെയ്ത് കാണിക്കാം. അപ്പം ഞാനിതെല്ലാം ഫില്ല് ചെയ്ത് ഇനി ഇവിടെ സൈൻ ഇൻ കൊടുക്കണേ. അങ്ങനെ സൈനിങ് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് കൂടെ കാണാൻ നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ വരിക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്ലൈ ഫോർ ന്യൂ ആപ്ലിക്കേഷൻ എന്നാണ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലൈ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി നോട്ടിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിതിൽ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഏതാണ്, മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. നമ്മൾ PSCയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ചെയ്യില്ല, അതേപോലെ തന്നെയാണ് ഏകദേശം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതിനായിട്ടും കുറച്ചും പാടെ പ്രൊസീജിയർ ഇതിലുണ്ട്. നമ്മൾ മറ്റേ PSC 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്നുള്ളത് ഞാൻ കൊടുക്കുന്നത് ഇവിടെ അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്, പോസ്റ്റ് കോഡൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുക. അതൊക്കെ ഒന്ന് ഇവിടെ ശരിയാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. നിങ്ങളുടെ അഡ്രസ്സ് മുതലാണ്ട് ഫില്ല് ചെയ്യാനുള്ളത്. പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക. ഇത് രണ്ട് സെയിം ആണെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അതായത് പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെയിം ആണെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടെ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ കൊടുത്ത അഡ്രസ്സ് ഇവിടെ കോപ്പി ആയിക്കോളും. ഓക്കെ, ഇനി വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. അതിനുശേഷം കാറ്റഗറി ആണ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഔട്ട്സൈഡ് ദ ഡൽഹി ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ ഡൽഹിയിൽ താമസിക്കുന്നവരല്ലാത്തവരാണെങ്കിൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ ജനറലാണ് സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഡൽഹിയിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പാരമ്പര്യം ഉണ്ടെങ്കിൽ അതിന് OBC സെലക്ട് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് OBC ഔട്ട്സൈഡ് ആണെങ്കിലും 1993 അത് വരെ അതിൻ്റെ മുന്നൊക്കെ അവിടെ നമ്മളുടെ ആരെങ്കിലുമൊക്കെ അവിടെ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ പാരൻസൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും അത് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് സൈൻ ഔട്ടായി പോയി ജസ്റ്റ് ലോഗിൻ ചെയ്ത് നമ്മുടെ കാണിക്കാം. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ OBC ആണെങ്കിൽ ഞാനിപ്പം കൊടുക്കേണ്ടത് ഞാൻ ജനറൽ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ബാക്കിയുള്ള SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അവർക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ പേജ് ലോഡാവും. ആ പേജ് ലോഡാകുമ്പോൾ എന്താണ് സം എറർ ഒക്കെ ഇടുന്നുണ്ട്. നമ്മൾ മുകളിൽ ഫില്ല് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. അത് ലോഗിൻ അഗെയിൻ നമ്മൾ ഓരോ ഭാഗങ്ങളും ഫില്ല് ചെയ്ത് വരണം. അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. ഒന്നുപാടെ സൈൻ ചെയ്ത് കാണിക്കാം. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഉണ്ടാകുക. പിന്നെ നിങ്ങൾ ഏത് വീഡിയോ കാണുമെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിൽ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റും. ആ കൂടുതൽ ഏതാണ് ക്വാളിഫിക്കേഷൻ എന്നൊക്കെ നോക്കിയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് വീഡിയോസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്ര പ്രാവശ്യം ഇപ്പോൾ ലോഗിൻ ചെയ്ത് പറയും.
അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. സെർവറിൻ്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ വരിക. ഓക്കെ, അപ്ലൈ ഫോർ ന്യൂ ആപ്ലിക്കേഷൻ. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വാട്സാപ്പ് നമ്പർ തരും, അതിലേക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സമയം മെനക്കെടുത്തുന്ന രീതിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ദയവ് ചെയ്ത്, കാരണം നമുക്ക് എല്ലാവർക്കും വാട്സപ്പിലൂടെ ഒന്നും മറുപടി തരാനുള്ള സമയമില്ല, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് അഡ്രസ്സ് ഇതൊക്കെ അടിച്ച് ഞാനിത് അവിടെ ജനറൽ കൊടുത്ത്, പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സബ് കാറ്റഗറി ഇതിൽ ഏതെങ്കിലും ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ബോർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും അതർ ഏജൻസി നമ്മളെ ഡിവാർ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോ കൊടുത്തു. ദെൻ ഡിക്ലറേഷൻ കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. 5 സ്റ്റെപ്പാണ് ഇതിലുള്ളത്. ഓക്കെ, അതിൽ നമ്മളിങ്ങനെ ചെയ്തു പോയത്. പിന്നെ എഡിറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ ക്വാളിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ കൊടുക്കണം. പിന്നെ സബ്മിറ്റ് ഫൈനൽ ആപ്ലിക്കേഷനാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ. അപ്പം ഞാനിപ്പോൾ അത്രയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അത്രയും ചെയ്തിട്ട് ഇത് കൂടുതൽ വ്യൂസ് വന്നോളൊന്നുമില്ല. കാരണം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ നല്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വ്യൂസ് വരുള്ളൂ. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫുള്ള് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്തുതരാം ഇതിൻ്റെ ഈ ഒരു ഭാഗം മുതൽ. ഓക്കെ, കൂടുതൽ ആളുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഭാഗങ്ങൾ വേണമെങ്കിൽ നമ്മൾ ചെയ്തുതരാം. കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സമയം എടുക്കും. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് സമയം എടുക്കും നമുക്ക്, സെർവറിൻ്റെ ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അപേക്ഷ നൽകണമെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുതരാം. ഓക്കെ, ഡിക്ലറേഷനൊക്കെ കൊടുത്തോടെ ജസ്റ്റ് ഞാൻ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കണേ. 5 സ്റ്റെപ്പാണ് ടോട്ടൽ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ടുള്ളൂ. ഇപ്പോൾ അതിനുശേഷം നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ ഫോട്ടോൻ്റെ സൈസ് കൂടെ പറയുന്നുണ്ട് കേട്ടോ. 50 KB 300 KB ഇടയിലായിരിക്കണം ഫോട്ടോൻ്റെ സൈസ്, ഫയൽ സൈസ്. അപ്പം അതിനനുസരിച്ചുള്ള ഫോട്ടോ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. നല്ല ക്ലിയർ ഉള്ള ഫോട്ടോ തന്നെ എടുക്കണം. എന്നിട്ട് ഇവിടെ അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫയൽ ഡയമെൻഷൻ പ്രശ്നമാണ്. അപ്പോൾ ഫയൽ ഡയമെൻഷൻ നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടെ ക്രോപ്പ് ഫോട്ടോ ഓൺലൈൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് ഫയൽ റീസൈസ് ചെയ്യാൻ പറ്റും, ക്രോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു 480x672 പിക്സലാണ് അതിൻ്റെ ഡയമെൻഷൻ വേണ്ടത് കേട്ടോ. 480x672 അപ്പോൾ അതിലേക്ക് നമ്മളത് മാറ്റണം. അപ്പോൾ അതിന് നമ്മളിവിടെ ഫയലിൽ പോയിട്ട്, ഫയലല്ല ബേസിക് റീസൈസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിലിത് അവിടെ ഹൈറ്റും ഇത് നമ്മൾ മാറ്റണം. 460 എത്രയായിരുന്നു, 480x672 ഹൈറ്റ് വേണം. അപ്പോൾ നമ്മളിവിടെ 672 480 കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ അപ്ലൈ എന്നുള്ള ക്ലിക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ അപ്ലൈ എന്നുള്ള ക്ലിക്ക് ചെയ്യാതെ നമ്മൾ ഡൗൺലോഡ് ചെയ്യരുത്. അപ്ലൈ എന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഫയലിന് കൊടുക്കുക. ഫയലിന് കൊടുത്തിട്ട് സേവ് ഇമേജ് എന്നുള്ള കിട്ടുക. ഇനി നിങ്ങൾക്ക് സേവ് ഇമേജ് ആസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ചും കൂടെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പേര് ഇതൊക്കെ കൊടുക്കാം. ദെൻ സേവ് ഇമേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. ഇപ്പോൾ 24 KB ആണ്. അപ്പോൾ ഇതിൻ്റെ ഫയൽ സൈസ് മിനിമം എന്ത് ചെയ്യണം, 50 KB വേണം, 300 KB ഇടയിലായിരിക്കണം. ഓക്കെ, നമുക്കത് ഇവിടെ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫയൽ സൈസ് ഇവിടെ കൂടുന്നത്. ഓക്കെ, അത് മാക്സിമം കൂട്ടിയിട്ട് കൊടുക്കുക. 158 അങ്ങനെ സേവ് ഇമേജ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പോവുക, ജസ്റ്റ് ബ്രൗസ് ക്ലിക്ക് ചെയ്യുക. ദെൻ അത് സെലക്ട് ചെയ്യുക ഇമേജ്, ദെൻ ഓപ്പൺ കൊടുക്കുക, അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കറക്റ്റ് ഡയമെൻഷൻ ഇവിടെ വരും. അപ്പോൾ ക്ലിയർ ഉണ്ടോ നോക്കണം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ അടുത്ത് നമ്മൾ എന്തെന്ന് വെച്ചാൽ സിഗ്നേച്ചർ ഇതുപോലെ ചെയ്യണം. വൈറ്റ് പേപ്പറിൽ നമ്മൾ ഡാർക്ക് പെൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അതിൻ്റെയും വെടുത്ത് 140 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഓൺലൈനായിട്ട് സിഗ്നേച്ചർ എന്ത് ചെയ്യാം, ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം സൈറ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ബ്രൗസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ സിഗ്നേച്ചർ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, ഓപ്പൺ കൊടുക്കുക. സിഗ്നേച്ചറിന് നമുക്ക് എന്താണ് ഇവിടെ ഇതുപോലെ ബേസിക്സിൽ പോയാൽ നിങ്ങൾക്ക് എന്താണ് റീസൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കറക്റ്റ് ഡയമെൻഷനോടെ പറയുന്നുണ്ട്. 140 വിഡ്ത്തും 110 പിക്സൽ ഹൈറ്റും വേണം. ആ സെയിം ഫോർമാറ്റ് ആയാലും അതൊക്കെ വരും. അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അപ്ലോഡ് റൈറ്റ് തമ്പ് ഇംപ്രഷൻ, ഇതൊക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യണം. നമ്മുടെ തമ്പ് ഇംപ്രഷനൊക്കെ കറക്റ്റായിട്ട്. അപ്പോൾ ഇത് കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് പോവുക. അടുത്ത പിന്നെ നമ്മൾ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഏത് പോസ്റ്റാണ് ആദ്യം സെലക്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തോടെ സബ്മിറ്റ് കൊടുത്താൽ
നമുക്ക് ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ഇതിൽ വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഏതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം. വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, മൾട്ടി ടാസ്കിങ്. അതിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഓക്കെ, ഡയറക്ടറേറ്റ്, ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതിലേക്കാണോ നിങ്ങൾ അപ്ലൈ വെച്ചാൽ നിങ്ങൾക്ക് അതിന് എന്ത് ചെയ്യാം, ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ പ്രിഫറൻസ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ ടിക്ക് ചെയ്യാം. ഞാനൊരു 3 ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ ഇപ്പോൾ 3 ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് അത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താണ് 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ. എന്നിട്ട് അത് സെലക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ 10ാം ക്ലാസ് സെലക്ട് ചെയ്യുക, ഡിസിപ്ലിൻ. ഓക്കെ, ദെൻ അതിനുശേഷം പെർസെൻറ്റേജ്, ദെൻ അതിനുശേഷം സ്റ്റേറ്റ് എവിടെയാണ് നമ്മൾ പഠിച്ചു വെച്ചാൽ കേരള കൊടുക്കുക. ബോർഡർ യൂണിവേഴ്സിറ്റി എന്നുള്ളത് തന്നെ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കൊടുക്കുക. ഈ CBSE ആണെങ്കിൽ അനുസരിച്ച് നിങ്ങൾ മാറ്റുക. ദെൻ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ കാണിക്കാം. മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ആവശ്യമുള്ള എല്ലാ ലിങ്കുകളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും കേട്ടോ.